തമിഴ് സിനിമാ നടനും നിർമ്മാതാവുമായ വിശാലിന് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നും വൻ തിരിച്ചടി. 2016 മരുതു എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിനായി ഗോപുരം ഫിലിംസിന്റെ അൻപു ചെഴിയനിൽ നിന്ന് 21.29 കോടി രൂപ വായ്പയെടുത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഉത്തരവ്. വായ്പ 30% പലിശയോടുകൂടി 30.05 കോടി രൂപ പ്രമുഖ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസിന് തിരികെ നൽകണമെന്നാണ് കോടതി വിധി. 2019 വിശാൽ ലൈക്ക പ്രൊഡക്ഷൻസുമായി ഒരു കരാർ ഒപ്പിട്ടിരുന്നു. അതനുസരിച്ച് അൻപു ചെഴിയന്റെ വായ്പ ലൈക്ക ഏറ്റെടുത്തു. വിശാലിന്റെ നിർമ്മാണ കമ്പനിയായ വിശാൽ ഫിലിം ഫാക്ടറിയുടെ ഭാവി ചിത്രങ്ങളുടെ അവകാശങ്ങൾ വായ്പ തീർക്കുന്നതുവരെ ലൈക്കയ്ക്ക് നൽകണമെന്നായിരുന്നു ധാരണ. എന്നാൽ വിശാൽ ഈ കരാർ ലംഘിച്ച് വീരമേ വാഗൈ സൂടും എന്ന ചിത്രത്തിന്റെ അവകാശങ്ങൾ മറ്റൊരു കമ്പനിക്ക് വിറ്റതായി ലൈക്ക ആരോപിച്ചു. ഇതിനെ തുടർന്നാണ് 2021 ലൈക്ക പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി നടപടികളുടെ തുടക്കത്തിൽ വിശാലിനോട് 15 കോടി രൂപ സെക്യൂരിറ്റിയായി നിക്ഷേപിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ വിശാൽ തന്റെ ആസ്തി വിവരങ്ങൾ സമർപ്പിക്കുന്നതിലും കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും വീഴ്ച വരുത്തി. കൂടാതെ തന്റെ കയ്യിൽ പണമില്ലെന്ന് വാദിച്ച വിശാൽ അതേ ദിവസം മറ്റൊരു നിർമ്മാണ കമ്പനിയിൽ നിന്ന് 1 കോടി രൂപ സ്വീകരിച്ചതായി കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് വിശാലിന്റെ നിസ്സഹകരണത്തെ കോടതി ശക്തമായി വിമർശിച്ചിരുന്നു. അതേസമയം 30% പലിശ നിരക്ക് അന്യായമാണെന്നും തമിഴ്നാട് പലിശ നിരോധന നിയമം 2003 ലംഘനമാണെന്നും വിശാൽ വാദിച്ചു. എന്നാൽ കോടതി ഈ വാദം തള്ളി. വൻ തുകകൾ വായ്പയെടുക്കുന്നവർക്ക് ഈ നിയമം ബാധകമല്ലെന്നും വിശാൽ 30% പലിശ നൽകാൻ കരാറിൽ ഒപ്പിട്ടതിനാൽ അത് നിയമപരമായി ബാധ്യതയുള്ളതാണെന്നും കോടതി വ്യക്തമാക്കി. ഒഴിഞ്ഞുമാറുന്നതും നീതിയോട് അനുസരണക്കേട് കാണിക്കുന്നതുമാണ് നടന്റെ കേസിലെ പെരുമാറ്റമെന്ന് ജസ്റ്റിസ് PT ആശ വിമർശിച്ചു. വിശാൽ നൽകിയ 2.6 കോടി രൂപ അന്തിമ തുകയിൽ ക്രമീകരിക്കുമെന്നും ലൈക്കയുടെ കോടതി ചെലവുകൾ വഹിക്കണമെന്നും വിശാലിനോട് നിർദ്ദേശിച്ചു. നടന്മാരുടെ സംഘടനയായ നടികർ സംഘം ജനറൽ സെക്രട്ടറിയായി വിശാൽ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഈ വിധി തമിഴ് സിനിമാ വ്യവസായത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.